ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2025 UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കണ്ടിരുന്നു. സോ ആ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലാണ് ആദ്യമായിട്ട് വന്ന ചേഞ്ചസ്. എന്തിലാണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലാണ്. ഏർലിയർ മുന്നേ വരെ കഴിഞ്ഞ 2024 UPSC CSE എക്സാം വരെ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? പ്രിലിംസ് എക്സാം എഴുതുന്നതിന് മുന്നേ ഗ്രാജുവേഷൻ ഫൈനൽ ഇയറിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പ്രിലിംസ് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. അതിനുശേഷം മെയിൻസ് എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാജുവേഷൻ പാസിംഗ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. എന്തായിരുന്നു? പ്രിലിംസ് എക്സാം എഴുതാൻ ഫൈനൽ ഇയർ ഓഫ് ഗ്രാജുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പ്രിലിംസ് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. അതിനുശേഷം മെയിൻസിന് മുന്നേ ഗ്രാജുവേഷൻ പാസിംഗ് പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ്? കാൻഡിഡേറ്റ്സിന് പ്രിലിംസ് എക്സാമും മെയിൻസ് എക്സാമും വിത്തൗട്ട് സബ്മിറ്റിംഗ് ദ ഗ്രാജുവേഷൻ പാസിംഗ് പ്രൂഫ്, അതായത് ഗ്രാജുവേഷൻ പാസിംഗ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിംസിനും മെയിൻസിനും അപ്പിയർ ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്ത് ചെയ്യണം? മെയിൻസ് എക്സാമിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഗ്രാജുവേഷൻ പാസിംഗ് പ്രൂഫ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ വന്ന മാറ്റം എന്താണ്? നേരത്തെ എന്തായിരുന്നു? ലാസ്റ്റ് ഇയർ ഓഫ് ഫൈനൽ ഇയർ ഓഫ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് പ്രിലിംസ് എക്സാം അപ്പിയർ ചെയ്യായിരുന്നു. അതിനുശേഷം മെയിൻസിന് മുന്നേ ആയിരുന്നു ഗ്രാജുവേഷൻ പാസിംഗ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ്? ഗ്രാജുവേഷൻ, അതായത് ഫൈനൽ ഇയർ ഓഫ് ഗ്രാജുവേഷൻ ഉള്ള സ്റ്റുഡൻസിന് പ്രിലിംസിനും മെയിൻസിനും അപ്പിയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം മെയിൻസ് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഗ്രാജുവേഷൻ പാസിംഗ് പ്രൂഫ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമതായിട്ട് വന്ന മാറ്റം ഏതാണെന്ന് നോക്കാം. അതാണ് ഡോക്യുമെന്റ് സബ്മിഷനിൽ. മുന്നേ വരെ എന്തായിരുന്നു? നമ്മൾ പ്രിലിംസിന് മുന്നേ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ്? കാൻഡിഡേറ്റ് മസ്റ്റ് സബ്മിറ്റ് ഓൾ റിക്വയർഡ് ഡോക്യുമെന്റ് പ്രൂഫ്സ് ബിഫോർ പ്രിലിംസ് ഇറ്റ്സെൽഫ്. അതായത് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം? പ്രിലിംസിന് മുന്നേ തന്നെ എല്ലാ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. കാരണം എന്താണ്? ഒരു പൂജ ഹെക്കർ കേസ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ? അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ച് സ്കാം നടത്തിയിരുന്നേ. സോ അതിന്റെ ബേസിസിലാണ് എന്ത് വന്നത്? ഇപ്പൊ എന്ത് ചെയ്യണം? പ്രിലിംസിന് മുന്നേ തന്നെ നമ്മൾ എല്ലാ ബേസിക് ആയിട്ടുള്ള റെക്കോർഡ്സ്, റിക്വയർഡ് ഡോക്യുമെന്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. മുന്നേ എങ്ങനെയായിരുന്നു? വളരെ പ്രിലിംസിന്റെ എക്സാം എഴുതാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാ റിക്വയർഡ് ഡോക്യുമെന്റ്സും നമ്മൾ എന്ത് ചെയ്യണം? പ്രിലിംസിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് എന്ത് രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചേഞ്ച് ഏതാണെന്ന് നോക്കാം. അതാണ് സർവീസ് കേഡർ പ്രിഫറൻസ്. അത് ഏർലിയർ ആണ്. മീൻസ് ഏർലിയർ എങ്ങനെയായിരുന്നു? മുന്നേ എങ്ങനെയായിരുന്നു? സർവീസ് ആൻഡ് കേഡർ പ്രിഫറൻസ് വെർ ഫിൽഡ് ആഫ്റ്റർ ക്ലിയറിംഗ് മെയിൻസ്. മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷമായിരുന്നു എന്ത് നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ സർവീസ് ആൻഡ് കേഡർ പ്രിഫറൻസ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? സർവീസ് പ്രിഫറൻസ് മസ്റ്റ് ബി ഫിൽഡ് ബിഫോർ പ്രിലിംസ്. അതായത് പ്രിലിംസിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സർവീസ് പ്രിഫറൻസ് ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കണം. അതായത് ഇപ്പൊ IFS ആണോ, IPS ആണോ, IAS ആണോ, അങ്ങനെയുള്ള ഏതാണോ നമ്മുടെ സർവീസ് പ്രിഫറൻസ്, അത് നമ്മൾ പ്രിലിംസിന് മുന്നേ തന്നെ ഇപ്പൊ കൊടുക്കണം. പക്ഷെ കേഡർ പ്രിഫറൻസ് ഈസ് ടു ബി ഫിൽഡ് റൈറ്റ് ആഫ്റ്റർ ക്ലിയറിംഗ് പ്രിലിംസ്. പ്രിലിംസ് ക്ലിയർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? കേഡർ പ്രിഫറൻസും കൊടുക്കണം. പക്ഷെ മുന്നേ ഇങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? പ്രിലിംസിന് മുന്നേ സർവീസ് പ്രിഫറൻസ് കൊടുക്കണം. പ്രിലിംസിന് ശേഷം എന്ത് ചെയ്യണം? കേഡർ പ്രിഫറൻസും കൊടുക്കണം. പക്ഷെ എന്തുണ്ട്? ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ് ഒരു 15 ദിവസത്തേക്ക്. എപ്പോൾ? നമ്മൾ മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ്. ഒന്നുകൂടി പറയാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? മുന്നേ എങ്ങനെയായിരുന്നു? പ്രിലിംസ് എഴുതാം. അതായത് ഫൈനൽ ഇയർ ഓഫ് ഗ്രാജുവേഷനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? പ്രിലിംസ് എഴുതാം. പക്ഷെ മെയിൻസിന് മുന്നേ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് പാസിംഗ് പ്രൂഫ് നമ്മൾ കാണിക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? മെയിൻസും പ്രിലിംസും മെയിൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസിംഗ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എഴുതാൻ പറ്റും. പക്ഷെ ആഫ്റ്റർ മെയിൻസ് മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് പാസിംഗ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഡോക്യുമെന്റ് സബ്മിഷനകത്ത് നേരത്തെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രിലിംസ് ആപ്ലിക്കേഷനിൽ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാ റിക്വയർഡ് ഡോക്യുമെന്റ്സും പ്രൂഫ്സും നമ്മൾ എന്ത് ചെയ്യണം? പ്രിലിംസ് ആപ്ലിക്കേഷന് മുന്നേ കൊടുക്കണം. ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കണം. പിന്നെയാണ് സർവീസ് ആൻഡ് കേഡർ പ്രിഫറൻസ്. നേരത്തെ എങ്ങനെയായിരുന്നു? മെയിൻസ് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് സർവീസ് ആൻഡ് കേഡർ പ്രിഫറൻസ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സർവീസ് പ്രിഫറൻസ്
പ്രിലിംസിന് മുന്നേ ക്ലിയർ ചെയ്യാൻ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ കേഡർ പ്രിഫറൻസ് മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം, അതായത് പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു കറക്ഷൻ വിൻഡോ ഉണ്ട്. നമ്മളെ കേഡർ ആൻഡ് സർവീസ് പ്രിഫറൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. അത് എത്ര ദിവസത്തേക്കാണ്? 15 ദിവസത്തേക്ക് ഓപ്പൺ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി ടൈം ഇല്ല എന്ന് ഓർത്തും ആരും ഇരിക്കണ്ട. കാരണം ഇനിയും പഠിക്കാൻ ടൈം ഉണ്ട്. പഠിക്കാന്ന് വെച്ചാൽ നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വരും. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ 2026 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ 2025 തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തേക്കാം. അപ്പൊ നോട്ട്സ് കംപ്ലീറ്റ് GS1, GS2, GS3, GS4ന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CSATന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. കംപ്ലീറ്റ് ടെക്സ്റ്റ് ഒക്കെ വാങ്ങുക, അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ വളരെ കഷ്ടപ്പെട്ട കാര്യമാണ്. നല്ല എക്സ്പെൻസീവും ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് നോട്ട്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കിട്ടുന്നുണ്ട്. വേണമെന്നുള്ളവര് ജസ്റ്റ് എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ഐഡിയും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാ ചേഞ്ചസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ വെക്കുന്നതും നല്ല രീതിക്ക് ശ്രദ്ധിച്ച് ചെയ്യുക. നല്ല രീതിക്ക് എല്ലാവരും പഠിക്കുക. താങ്ക് യു.